പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി, ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച് ഞങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ച് ഞങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി ജീവനർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ വസിക്കാൻ ദിവ്യകാരുണ്യമായി തീർന്ന അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തും. കർത്താവേ, അങ്ങയുടെ ഈ ദിവ്യ കാരുണ്യമല്ലാതെ അങ്ങ് വിശുദ്ധ ഫൗസ്റ്റ്യനായിട്ട് പറഞ്ഞില്ലേ, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഈശോയെ, രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് ഒറ്റ വഴിയുള്ളൂ, അത് ഈ കരുണയാണ്. അങ്ങയുടെ ദിവ്യ കാരുണ്യമാണ്, അങ്ങ് തന്നെയാണ്. അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങ് നൽകുന്ന രക്ഷ സ്വന്തമാക്കുവാൻ ഈ ക്രിസ്മസിന്റെ ഈ നാളില് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഒരുക്കത്തിന്റെ ദിവസങ്ങളില് കർത്താവേ, യഥാർത്ഥമായ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയിലേക്ക് തിരിയുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ അങ്ങ് നൽകുന്ന രക്ഷ, ആ വലിയ കരുണ, ആ മഹത്വത്തിന്റെ സമ്പന്നത സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. സകല മാനവകുലത്തെയും അനുഗ്രഹിക്കണമേ. അതിനായിട്ട് തിരുസന്നിധിയിലേക്ക് ക്രിസ്മസിന് ഏറ്റവും അടുത്ത ഒരുക്കത്തിന്റെ ഈ ദിവസം കർത്താവെ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ ഈ മക്കളെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, രക്ഷാകരമായ ശക്തി, ജീവന്റെ സമൃദ്ധി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ മക്കളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവമക്കളിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക് പ്രവഹിക്കട്ടെ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്മസിന്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. ഇന്നലെ അച്ഛൻ പറഞ്ഞു, പാപം ചെയ്ത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ജഡമായിട്ട് മാറിയത് കൊണ്ടാണ് ജഡികാസക്തികള്, ജഡത്തിന്റെ വ്യാപാരങ്ങള്, ജഡത്തിന്റെ എല്ലാ മ്ലേച്ഛതകള് അവരിലേക്ക് വന്നത്. ഇന്ന് നമ്മുടെ മക്കളെ നോക്കുമ്പോ, മക്കള് മാത്രമൊന്നല്ല, വൈദികരെയും സന്യസ്തരെയും നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരെയും നോക്കുമ്പോ എല്ലാവരും ജഡത്തിന്റെ കാര്യങ്ങളിൽ വലിയ വ്യാപൃതരാണ്. അതിന്റെ സുഖം, അതിന്റെ സന്തോഷം, അതിന്റെ സമാധാനം, അതിന്റെ സൗന്ദര്യം, അതിന്റെ മസിൽ പവർ, അതിന്റെ ജോലി, അതിന്റെ സൗകര്യങ്ങള്, അതിനുവേണ്ടി, ജഡത്തിനു വേണ്ടി ഒത്തിരിയേറെ കാര്യം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജഡമായി പോയത് കൊണ്ടാണ് ഇതെല്ലാം വന്നത്. നാശം, തകർച്ച, ദുരന്തം, നിരാശ, കുറ്റബോധം, മാത്രമല്ല ആസക്തി, ദുശീലം, മദ്യപാനം, ലഹരി, വ്യഭിചാരം, മ്ലേച്ഛത, ഇതെല്ലാം വന്നത് ജഡത്തിൽ. അതുകൊണ്ട് ഈ ജഡമായി പോയ അവസ്ഥയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇന്നെല്ലാവരും ഓടി നടക്കും. ഒരു പരിധിവരെ നമ്മുടെ ധ്യാനങ്ങൾ, അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, നിയോഗങ്ങൾ സാധിച്ചു കിട്ടും. എന്തിന്റെ നിയോഗ? ജഡത്തിന്റെ സൗഖ്യം, സമ്പത്ത്, ജോലി, വിദ്യാഭ്യാസം, വിദേശ രാജ്യം, OET, IELTS, ഇതൊക്കെ ജഡത്തിന്റെ കാര്യങ്ങളാണ്. ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ജഡത്തിന്റെ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇത് നമ്മുടെ ആത്മീയതയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ നശിപ്പിച്ചിരിക്കും. അതുകൊണ്ട് മക്കൾ രക്ഷപ്പെടണോ, നമ്മുടെ കുടുംബം രക്ഷപ്പെടണോ, മാനവൻ രക്ഷപ്പെടണോ, ഈ ജഡത്തിന്റെ തലത്തിൽ നിന്ന് ദൈവിക ജീവന്റെ, ദൈവകൃപയുടെ ഒരു ജീവിതത്തിലേക്ക്, കൃപാജീവിതത്തിലേക്ക് വന്നേ പറ്റൂ. അതിന് ഈശോ ആകുന്ന ജീവൻ, ഈശോയെ തന്നെ നമ്മൾ സ്വീകരിച്ച് മതിയാകും. ഈ പറയുന്ന സത്യം
ഇന്ന് പലർക്കും മനസ്സിലാക്കാൻ പറ്റണില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ രക്ഷപ്പെടണോ? നമ്മുടെ മക്കൾ രക്ഷപ്പെടണോ? ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലൊക്കെ ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ബാക്കിയുള്ള ആഘോഷങ്ങള്, നക്ഷത്രം, തോരണങ്ങള്, പുൽക്കൊടികള്, ഇതെല്ലാം സമയം കണ്ടെത്തി കിട്ടുന്നുണ്ട്. അന്ന് ഭയങ്കര ആഘോഷം. നോമ്പ് വീട്ടുന്ന ഒരു ഒരുക്കം ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. മദ്യം വാങ്ങിച്ചു വയ്ക്കുന്നവര്, കോട്ട കിട്ടുന്നവര്, മദ്യം കോട്ട ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നവര്. പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ കിട്ടുന്ന ഒരു ആത്മീയ ജീവിതം അതിനെന്ത് വേണം? അതാണ് സ്നാപക യോഹന്നാൻ മരുഭൂമി വിളിച്ചു പറഞ്ഞ, മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക്, വളഞ്ഞ വഴികളെ നേരെയാക്ക്, പരിപരുത്തുവ മൃദുവാക്ക്, താഴ്വരകളെ ഉയർത്ത്, കുന്നുകളെ നിരത്ത്. എന്നിട്ട് കർത്താവിന് വേണ്ടി, കർത്താവ് വരാൻ വേണ്ടി വഴിയൊരുക്കി. ഇത് ചെയ്യാതെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല. ജഡമായി പോയതിൽ നിന്ന് കുറെ തിന്നുക. നമുക്കറിയുന്ന ഭക്ഷണം, പല പല ഹോട്ടലുകള്, പല വെറൈറ്റി ഭക്ഷണങ്ങള്, അതിനുവേണ്ടി ഓടി നടക്കുന്ന മക്കള്, പൈസ മുടക്കുന്ന മക്കള്, ലഹരി, മൊബൈല്, ഗെയിമുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട് ജഡത്തെ സുഖിപ്പിക്കുന്ന, ഉണർത്തുന്ന പാട്ടുകള്, റോക്ക് മ്യൂസിക്, റാപ്പ് മ്യൂസിക്, മെറ്റൽ മ്യൂസിക്, സിനിമകള്, റീലുകള്, ഇതെല്ലാം ജഡത്തെ ഉണർത്തുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പിശാചിനെ പിടി. അനേക മക്കൾക്ക് മരിക്കാനൊരു മടിയില്ല, പേടിയില്ല. എത്രയോ മക്കൾ നിസ്സാര കാര്യത്തിന്റെ പേരിൽ മൊബൈൽ കൊടുത്തില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒന്ന് ശാസിച്ചു, അല്ലെങ്കിൽ തല്ലി, ഒന്ന് തടസ്സപ്പെടുത്തി, ഇപ്പൊ പോണ്ട, രാത്രി പോണ്ട, കുട്ടികളോടാ പോണ്ട, ആ പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത എത്രയോ മക്കൾ സങ്കടമുണ്ട്. കുറെ പേരാണ് ദിവസങ്ങളൊക്കെ ചങ്കുപൊട്ടി ഇരിക്കുന്നത്. നിസാര കാര്യം. ഇത് എന്താണ്? ജഡത്തിന് പ്രാധാന്യം കൊടുത്താൽ പിശാചിനെ പിടിപ്പെട്ട മക്കൾ, കുടുംബങ്ങൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കാലഘട്ടത്തില് ജഡത്തിന്റെ പിന്നാലെ, ജഡിക കാര്യത്തിന്റെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ ഓടി നടക്കുന്ന മനുഷ്യൻ പിശാചിന്റെ പിടിയില. പിശാചിന്റെ പിടിയില. രക്ഷപ്പെടണോ? ഈ കർത്താവിലേക്ക് വരണം. അന്ധകാരം നിറയപ്പെട്ടിരിക്കുന്ന, ലോകാരൂപിയാൽ നയിക്കപ്പെടുന്ന, ജഡികാരൂപിയാൽ നയിക്കപ്പെടുന്ന ഒരു ലോകമാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് മിക്കവാറും നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ, അത്ഭുതങ്ങൾക്ക് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, കല്യാണം നടക്കാൻ വേണ്ടി, പ്രശ്നം മാറാൻ വേണ്ടി ഒത്തിരി ധ്യാനങ്ങള്, കൺവെൻഷനുകള്, പ്രാർത്ഥനകള്, നവേനകള്. കുറ്റം പറയാലോട്ടോ മക്കളെ. ഇതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോ? നമ്മുടെ മക്കൾ രക്ഷപ്പെട്ടോ? ഇപ്പൊ നാം എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ നാം എവിടെ എത്തി നിൽക്കുന്നു? എന്തോരം അത്ഭുതങ്ങൾ നടന്നു, എന്തുമാത്രം നിയോഗങ്ങൾ സാധിച്ചു കിട്ടി, എന്തുമാത്രം കാര്യങ്ങൾ ലഭിച്ചു. എന്നിട്ട് നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ സഭ, നമ്മുടെ ശുശ്രൂഷകൾ രക്ഷപ്പെട്ടോ? എന്നാല് കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ, അത് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് ഈ വളഞ്ഞ വഴിയൊക്കെ മാറ്റി വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിനെ സ്വന്തമാക്കുന്ന ശുശ്രൂഷയ്ക്ക് ഒരു താല്പര്യമില്ല. കുർബാനയ്ക്ക് പോകാൻ താല്പര്യമില്ല. കുമ്പസാരിച്ച് പാപത്തെ വിട്ടുപേക്ഷിച്ച് ജഡത്തിന്റെ കാര്യങ്ങള്, പാപകരമായ ബന്ധങ്ങള്, മദ്യപാനം, ജഡികാസക്തി, ഇതൊന്നും വിട്ടുപേക്ഷിക്കാൻ മനസ്സില്ല. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഇതൊക്കെ പറ്റണമെങ്കിൽ ഞാൻ പറയും, നമ്മള് ഈ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ മോചിപ്പിക്കും. പാപത്തിലൂടെ ജഡമായിട്ട് മാറി, ആ ജഡമായിട്ട് മാറിയതിനെ വീണ്ടെടുക്കാൻ വേണ്ടി ആ പാപത്തെ ഈശോ ഏറ്റെടുത്ത് മോചിപ്പിച്ചു. ജീവൻ തിരിച്ചു തരാൻ വേണ്ടി ഈശോ വീണ്ടും തന്നെ തരുവാ. ഈശോ തന്നെ തരുവാ. ഇത് അറിയണം. ഈ വേദനയുണ്ട്. ഈ സന്ദേശം ആർക്കും വേണ്ട. ഞാൻ ഇന്നലെ നോക്കിയപ്പോ ഈ അടിസ്ഥാനങ്ങളിലൂടെ ക്രിസ്തുമസിലേക്കുന്ന ഒരു വിഷയം ഞാൻ ഇന്നലെ പറഞ്ഞു. അതിൽ പങ്കെടുത്തവർ വളരെ ചുരുക്കം. ഇന്ന് മക്കൾ നിങ്ങൾ ഒരു കാര്യം എടുത്തോ, മക്കൾക്ക് വേണ്ടി, യോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ അടിസ്ഥാനം
ഈ അടിസ്ഥാനം ശരിയാക്കാതെ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു കാര്യമില്ല. ഞാൻ സങ്കടത്തോടെ പറയാ, അടിസ്ഥാനപരമായ സത്യസുവിശേഷം ആർക്കും വേണ്ട, കർത്താവിന് ആർക്കും വേണ്ട. കർത്താവ് നൽകുന്ന അത്ഭുതങ്ങൾ, രോഗശാന്തി, അതിനുവേണ്ടി ഭയങ്കരമായ പ്രാർത്ഥനകള്, അതിനുവേണ്ടി ധ്യാനങ്ങള്, അതിനുവേണ്ടി പല കാര്യങ്ങളും ഞാൻ പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ആർക്കും മനസ്സിലാവില്ല എന്നാ തോന്നണേ. സങ്കടത്തോടെ പറയാ, എന്റെ മക്കളെ, ഈ കർത്താവിനെ വിലമതിക്കണം. ഈ ക്രിസ്തുമസ് ഇമ്മാനുവൽ കൂടെ വസിക്കാൻ, ഇതുപോലെ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന, ജീവൻ തരാൻ, സമൃദ്ധമായി തരാൻ ഇറങ്ങി വന്ന ഈ കർത്താവിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും കുമ്പസാരിക്കുക. മക്കള് ഇതിലേക്ക് വരാൻ എളുപ്പമല്ല. മക്കൾക്ക് വേണ്ടി വിലാപങ്ങൾ പുസ്തകം പറഞ്ഞ പോലെ നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന മക്കൾക്ക് വേണ്ടി വിലപിച്ച് കണ്ണുകൾക്ക് വിശ്രമമില്ലാതെ യാമങ്ങൾ, നീണ്ട യാമങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കും. ജഡത്തിന്റെ അടിമപ്പെട്ടു പോയ, ജഡികാസക്തി അടിമപ്പെട്ടു പോയ, കർത്താവില്ലാതെ പോയ മക്കൾ ജഡമാണ്. ആ ആസക്തികൾക്ക് അടിമപ്പെട്ട് നശിച്ച് തകർന്ന് ഡിപ്രഷൻ ഇന്ന് പല മക്കളും അടിമത്തത്തിലായതുകൊണ്ട് പെട്ടെന്ന് ആത്മഹത്യയാണ്. ജീവൻ പോലും വേണ്ടെന്ന് പറയുന്ന മക്കൾ. ഈശോയ്ക്ക് വലിയ വേദന. മക്കളെ, ഈശോയുടെ മുഖത്തേക്ക് നോക്കി, ഈശോയ്ക്ക് വലിയ വേദന. ഇതുപോലെ തന്നിട്ടും എന്താ ഈശോ തരാനുള്ള? മക്കളെ, നമ്മൾ ഇഷ്ടപ്പെടാൻ, നമ്മൾ വീണ്ടും ജീവൻ പ്രാപിക്കാൻ ഒരു കാര്യം ഓർത്തോ, ഈ ജീവൻ നിറഞ്ഞാ പിന്നെ നമുക്കിതൊന്നും വേണ്ട. ജഡത്തിന്റെ ഒരു കാര്യമാണ്. ഈശോയെ കിട്ടിയാൽ ജഡത്തിന് ഒരു കാര്യം വേണ്ട. ഞാനൊരു കാര്യം പറയാം, ഈശോയെ ശരിക്കും മക്കൾക്ക് കിട്ടിയാൽ മക്കള് മൊബൈലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു അനുസരിക്കും, അവര് പഠിക്കും, അവര് കൃപയിൽ ജീവിക്കും. പ്രകാശം കടന്നു വന്ന അന്ധകാരം താനെ മാറിപ്പോകുന്നത് പോലെ ഈശോ വന്നാൽ, ജീവൻ നിറഞ്ഞാൽ, മരണത്തിന്റെ, നാശത്തിന്റെ, അന്ധകാരത്തിന്റെ എല്ലാ പ്രവൃത്തികളും, സ്വഭാവങ്ങളും, ശീലങ്ങളും, ആസക്തികളും, വിശപ്പും എല്ലാം പോകും. ഈ മക്കളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ നടക്കില്ല. കണ്ണി കണ്ട എന്താ പറയാ, ഹലാലും അതും എന്നിട്ട് അൽഫാമൊക്കെ ഇതൊന്നും കഴിക്കാൻ പോവില്ല. വീട്ടിലെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം ഒറ്റ വഴിയുള്ള മക്കളെ, ഈശോയിലേക്ക് വരണം, ഈശോയെ സ്വീകരിക്കണം. ഈശോയെ പിതാവായ ദൈവം ബെത്ലഹേമിലെ കാലിത്തൊഴുത്തില്, പുൽത്തൊട്ടിയില്, കാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പുൽത്തൊട്ടിയില് നമുക്ക് വേണ്ടി പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് തരുമ്പോ ആ കർത്താവിനെ സ്വീകരിക്കാൻ ഈ ക്രിസ്മസില് നമുക്ക് നമ്മുടെ മക്കൾക്കും ഇടയാകും. പാട്ടും തുള്ളലും ഭയങ്കരമായ ആഘോഷങ്ങൾക്ക് ആയിക്കോട്ടെ, പക്ഷെ മർമ്മത്തെ, അടിസ്ഥാനത്തെ, കേന്ദ്രത്തെ, കേന്ദ്ര ബിന്ദുവിനെ മറന്നുകൊണ്ട്, സത്യമായ അടിസ്ഥാനത്തെ മറന്നുകൊണ്ട് നമ്മൾ ആഘോഷിച്ചിരുന്ന കാര്യം? ഈശോയെ വിട്ടിട്ട് ജഡത്തിന്റെ ആഘോഷങ്ങൾ കൊണ്ട് എന്ത് കാര്യം മക്കളെ? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യസന്നിധിയില് ഈ സത്യമായ സുവിശേഷം നമ്മൾ സ്വീകരിക്കണം. ഈശോയെ സ്വീകരിക്കാതെ, ഈ കൃപ നിറയാതെ, ഈ ജീവൻ നിറയാതെ നമുക്കോ, നമ്മുടെ മക്കൾക്കോ, നമ്മുടെ കുടുംബങ്ങൾക്കോ, നമ്മുടെ വൈദികർക്കോ, നമ്മുടെ സന്യസ്തർക്കോ, നമ്മുടെ സഭയ്ക്കോ, ലോകം ഏത് മതസ്ഥരായാലും, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഏത് മതസ്ഥരുമാകട്ടെ, ഈ കർത്താവാകുന്ന ജീവൻ കിട്ടാതെ, ഈ കൃപാദാതാവിനെ കിട്ടാതെ, ഈ കൃപ ലഭിക്കാതെ ഒരിക്കലും രക്ഷപ്പെടില്ല. അതാണ് ഈശോ വിശുദ്ധ പൗലോസ്യോട് പറഞ്ഞ, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിഞ്ഞ് എന്നെ സ്വീകരിക്കാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ ലോകത്തില് സമാധാനമുണ്ടോ? പൈശാചിക വർഗം കൊന്നൊടുക്കുന്ന തീവ്രവാദി സമൂഹങ്ങള്, ചില മതങ്ങള് അനേകം പേരെ കൊന്നൊടുക്കുന്നു. പിശാച്, ജഡത്തിന്റെ കാര്യങ്ങള്, പിശാചിന്റെ പ്രവൃത്തികള്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ലോകത്തില്, ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ അനേക മക്കള് ഈ പാപത്തിന്റെ പിന്നാലെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ പിന്നാലെ, പ്രച്ചതയുടെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, കൂട്ടുകെട്ടിന്റെ പിന്നാലെ, പൈശാചിക കളി ഗെയിമുകളുടെ പിന്നാലെ, അനുസരണക്കേടിൽപ്പെട്ട് മൊബൈൽ കളിച്ച് പഠിക്കാതെ, വിശുദ്ധ ജീവിക്കാതെ നശിച്ചടങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ,
കൗൺസിലിംഗ് കൊണ്ട് കാര്യമില്ല. അനേകം പേര് അച്ഛനെ കാണാൻ വിളിക്കുന്നത്. അച്ഛനെ കണ്ടിട്ട് എന്ത് കാര്യമുണ്ട് മക്കളെ? കർത്താവിലേക്ക് തിരിയണം, കർത്താവിനെ കാണണം. അവന്റെ ഹൃദയം തുറന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയെ നമ്മൾ നോക്കണം. ഈശോ അറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി നീ വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കില്ലേ? എൻ്റെ ഈശോയെ എൻ്റെ മോൻ സ്വീകരിക്കണം, എൻ്റെ ഈശോയെ എൻ്റെ മോള് സ്വീകരിക്കണം, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിൽ അങ്ങ് നിറയണം, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞെ അങ്ങ് സ്വന്തമാക്കണം. ഈശോയ്ക്ക് വേണ്ടി മാത്രം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി മക്കളെ. കണ്ണിക്കണ്ട 100,000 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നിർത്താമോ? നിങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ടു, അവർ പഠിക്കും, അവർ വിശുദ്ധി ജീവിക്കും. കർത്താവിനെ കിട്ടിയാൽ അല്ലാണ്ട് നീ കഷ്ടപ്പെട്ട് നോമ്പ് നോക്കി ഉപസിച്ച് ത്യാഗിച്ചത് പ്രാർത്ഥിച്ച് മക്കളെ പരീക്ഷയിൽ ജയിപ്പിച്ച് ജോലി നേടിക്കൊടുത്ത് പുറത്തേക്കോ എവിടെ വിട്ടാലും ആ കുഞ്ഞ് നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പോകും. സത്യം. മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ സ്വീകരിച്ച് ആ കർത്താവിൽ നിന്നാൽ, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ഈശോയോട് ചേർന്ന് നിന്നാൽ നിന്റെ കുഞ്ഞിനെ ഓർത്ത് നിനക്ക് വേദനിക്കേണ്ടി വരില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദനിക്കേണ്ടി വരില്ല. നമ്മുടെ കുടുംബത്തെ ഓർത്ത് വേദനിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ക്രിസ്മസിന്റെ വലിയ സന്ദേശമാണ്. കൂടെ വസിക്കാൻ വേണ്ടി ഇതാ നൽകപ്പെട്ടിരിക്കുന്നു ഈ ജീവന്റെ അപ്പത്തെ, ദിവ്യകാരുണ്യത്തെ, യേശുവിനെ തന്നെ. സ്വീകരിക്കണ്ടേ മക്കളെ? ഈ സന്ദേശം സ്വീകരിക്കണ്ടേ? ഞങ്ങൾക്ക് ഈ സന്ദേശത്തിന് മാത്രം വിലയില്ല. ഈ സന്ദേശം മാത്രം ആർക്കും വേണ്ട. അതിന് വ്യൂവേഴ്സ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അതിനൊട്ട് വിലയില്ല. 3-4 നിയോഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ, അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആളുകള് അടിച്ച് തിട്ടിച്ച് സങ്കടമുണ്ട് മക്കളെ. കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കണം. നിർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ഹൃദയം കർത്താവിനെ തേടുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തകനെ പോലെ കർത്താവിന് വേണ്ടി അന്വേഷിക്കണം, കർത്താവിന് വേണ്ടി തേടണം, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞ് ഹൃദയത്തിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ദിവ്യകാരുണ്യം നമ്മുടെ കൂടെ വസിക്കാൻ, നമ്മുടെ ഉള്ളിലേക്ക് വരാൻ, നമ്മുടെ കൂടെ ഭക്ഷിക്കാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, നമുക്ക് വേണ്ടി പഠിക്കാൻ, നമ്മിലിരുന്ന് ജോലി ചെയ്യാൻ, നമ്മിൽ വസിച്ച് ബിസിനസ് ചെയ്യാൻ, നമ്മിൽ വസിച്ച് എല്ലാം ചെയ്യാൻ നമ്മുടെ കർത്താവ് നമ്മിലേക്ക് വരും. അതാണ് ക്രിസ്മസ്. ഈശോയെ, അങ്ങയുടെ ഈ സ്നേഹം, അങ്ങയുടെ കരുണ, അങ്ങയുടെ ഈ രക്ഷ സകല മക്കളും അറിയട്ടെ. സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ സത്വാർത്ഥയായ അങ്ങയെ സ്വീകരിക്കാൻ കർത്താവേ അങ്ങയുടെ മക്കൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കൊച്ചുമക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവമക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വൈദികരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സന്യസ്തരെ സമർപ്പിക്കുന്നു, നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു. കർത്താവേ, ലോകം അങ്ങേക്ക് വേണ്ടി ദാഹിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേക്ക് വേണ്ടി ദാഹിക്കട്ടെ. ലോകത്തിന്റെ ആർഭാടതയുടെ പിന്നാലെ, ജഡത്തിന്റെ സുഖഭോഗങ്ങളുടെ പിന്നാലെ, ലോകാരൂപിയുടെ പിന്നാലെ പോയി പിശാചിനെ പിടിപ്പെട്ട് നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പോകാതെ അനേകം മക്കൾ അകാലത്തിൽ മരിക്കുന്നു, അകാലത്തിൽ മാനസികരോഗികളായിട്ട് മാറുന്നു, അകാലത്തിൽ തോൽപ്പിക്കപ്പെടുന്നു, അകാലത്തിൽ പിശാച് പിടിച്ച് കെണിപ്പെടുത്തുന്നു, വലയെക്കുരുക്കുന്നു. ഈശോ, ഞങ്ങളുടെ മക്കളോടും ഞങ്ങളോടും സഭയോടും ലോകത്തിന്റെ എല്ലാ മക്കളോടും കരുണയായിരിക്കണം. ഈശോയെ, യഥാർത്ഥമായ സത്യം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടും അത് സ്വീകരിക്കാതെ നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആത്മീയതയെ അവസാനിപ്പിക്കണമേ. യഥാർത്ഥമായ രക്ഷ അങ്ങാണെന്ന് മനസ്സിലാക്കി അങ്ങയെ സ്വന്തമാക്കി, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയാണെന്നറിഞ്ഞ്, അങ്ങയുടെ കൃപയാണെന്നറിഞ്ഞ് കൃപാജീവിതം ജീവിക്കാൻ, ദൈവൈക്യ ജീവിതം ജീവിക്കുവാൻ കർത്താവേ ഞങ്ങൾക്കിടയാകട്ടെ. പ്രാർത്ഥിക്കും മക്കൾ, ഈശോ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ദയവേത് ഈശോസോട് ഈ പ്രാർത്ഥന അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഇത് കേൾക്കാൻ പറയണം. ഇതാണ് സത്യസുവിശേഷം. ഈശോയാണ് സത്യസുവിശേഷം. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
നമ്മുടെ മക്കൾ ഇത് കേൾക്കണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. രക്ഷപ്പെടാൻ, നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ ഒറ്റ വഴി, ഒരേ ഒരു വഴി ജോലി കിട്ടലല്ല, വിദേശത്ത് പോക്കല്ല, പരീക്ഷ പാസ്സാകലല്ല, ഈശോയെ കിട്ടല. ഈശോയെ കിട്ടിയാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈശോ എല്ലാം ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ മക്കളെ. ഈശോയെ വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിനു വേണ്ടി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ക്രിസ്മസിന്റെ യഥാർത്ഥമായ സന്ദേശം ഉൾക്കൊണ്ട് ക്രിസ്മസ് സ്വന്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. എല്ലാം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തിന് മുമ്പ് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈശോയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച്, ഈശോയെ വിളിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി നിന്റെ മക്കളിലേക്ക്, കുടുംബത്തിലേക്ക്, നിന്നിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക്, എല്ലാത്തിലേക്കും ഈശോയെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ വരണേ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ധ്യാനം കഴിഞ്ഞുള്ളൂ. കുറേ പേരൊക്കെ ധ്യാനത്തിന് വന്ന് പ്രാർത്ഥിച്ചു പോയി. നമ്മുടെ അടുത്ത ധ്യാനം 26-ാം തീയതി മുതലാണ്. ഈ അടിസ്ഥാനത്തിലാണ് മക്കളെ നമ്മുടെ ധ്യാനങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ തന്നെയും ധ്യാനത്തിന് വരണം. വീക്കെൻഡ് ധ്യാനം വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും, ഞായറാഴ്ച വൈകിട്ട് തീരും. ശക്തമായ അടിസ്ഥാനം ഉറപ്പിക്കും. നമ്മൾ ബലപ്പെട്ട് ശക്തി പ്രാപിക്കും. പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കും. കർത്താവല്ലാത്ത, പരിശുദ്ധാത്മാവല്ലാത്ത എല്ലാ സാന്നിധ്യങ്ങളും തകർത്തെറിയും. ക്രിസ്മസിന്റെ യഥാർത്ഥമായ അടിസ്ഥാനം നമുക്കിതാണ് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിനൊക്കെ വരണം. നമുക്ക് നല്ല ഡോർമെട്രി സിസ്റ്റം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് റൂം തന്നെ നോക്കി വരാതെ, ഡോർമെട്രി ഒക്കെ മിക്കവാറും കാലിയാണ്, റൂമൊക്കെ മിക്കവാറും ബുക്ക് ചെയ്യും. ഞാൻ പറയാണ്, ഒരു ത്യാഗമൊക്കെ എടുത്ത് നല്ല ഡോർമെട്രി, ബാത്റൂംസ്, ടോയ്ലറ്റ്സ് ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ടൈഡിയാണ്. അതുകൊണ്ട് നിങ്ങൾ സൗകര്യം നോക്കാതെ നിങ്ങൾ വരിക, ധ്യാനം കൂടുക. ധ്യാനത്തിന്റെ ഡീറ്റെയിൽസ് ഈ പ്രാർത്ഥനയുടെ അവസാനം നമ്മുടെ യൂട്യൂബിലുണ്ട്, നമ്മുടെ വീഡിയോയിലുണ്ട്. ഇത് കാണുക. അടുത്ത വർഷത്തെ ധ്യാനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയോട് അടുക്കാം, ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈശോയെ കൂടെ നിർത്താം. നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന കർത്താവ് നമ്മൾ കൂടെ നിന്ന് രക്ഷപ്പെട്ടില്ലേ മക്കളെ? ജഡത്തിന്റെ വ്യാപാരങ്ങൾ കർത്താവിന്റെ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടും. നമ്മൾ രക്ഷപ്പെട്ടു. പ്രാർത്ഥിക്കണേ, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. പുതിയ അഭിഷേകത്തോടെ, പുതിയ ശുശ്രൂഷകളോടെ കൃപാജീവിതത്തിലേക്കും ദൈവൈക്യ ജീവിതത്തിലേക്കും നമുക്ക് കടന്നു വരണം. അതാണ് രക്ഷ, അതാണ് രക്ഷ. അത് മാത്രമേ രക്ഷയുള്ളൂ. വേറൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, വേറൊന്നും കിട്ടിയിട്ട് കാര്യമില്ല.